Good morning. Good morning, ma'am. Good morning, ma'am. Okay, good morning. എന്തിന്റെ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? സുഖമാണ് മാം. ആണോ? ഓക്കെ. ഭക്ഷണം കഴിച്ചോ? രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ എല്ലാവരുടെയും? ഓക്കെ. അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്തിരുന്നു കേട്ടോ, അവസാനിപ്പിച്ചിരുന്നു. ഇനി നമുക്ക് എടുക്കാനുള്ളത് 7th മൊഡ്യൂളിലെ സെക്കൻഡ് ചാപ്റ്റർ ഉണ്ട്, ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഷെയർ ചെയ്തെടുക്കാനാണ് വിശ്രമം പറഞ്ഞത്. അപ്പൊ അതിലൊരു പോർഷനാണ് ഞാൻ ഇന്ന് എടുക്കുന്നത് കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്നത് 7th മൊഡ്യൂളിൽ 2ാമത്തെ ചാപ്റ്റർ കേട്ടോ. ആ ചാപ്റ്ററിലെ മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, മോട്ടിവേഷൻ. അവിടെ തൊട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. എന്റെ പേജ് നമ്പർ ഒന്ന് മെൻഷൻ ചെയ്യാമോ? എല്ലാവർക്കും എടുത്തു വെക്കാൻ സൗകര്യം ഉണ്ടാവും. ആരെങ്കിലും ഒരാൾ ആ പേജ് നമ്പർ ഒന്ന് പറയോ? 43 ആണ് ഇതിൽ കിടക്കുന്നത്. ഓക്കെ, എല്ലാവരുടെയും കയ്യിൽ 43 കേട്ടോ. പേജ് നമ്പർ 43 എടുക്കാം. 7th മൊഡ്യൂൾ കേട്ടോ. ചാപ്റ്റർ ഓർഗനൈസേഷണൽ ബിഹേവിയർ, അതിന്റെ ഒരു പോർഷൻ ആണ് കേട്ടോ, ഒരു ഭാഗമാണ് ഞാൻ എടുക്കുന്നത്. എടുത്തു വെച്ചോ? എല്ലാവരും എടുത്തു വെച്ചോ? ഓക്കെ, നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്ത ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്ന ചാപ്റ്റർ വായിച്ചു നോക്കിയോ എല്ലാവരും? ക്ലിയർ ആണോ ആ ചാപ്റ്റർ? നിങ്ങൾക്ക് ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. മോട്ടിവേഷൻ. ഓക്കെ, മോട്ടിവേഷനെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കുറച്ച് എന്താണ്, സൈക്കോളജി ആയിട്ട് കുറച്ച് കണക്റ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് കേട്ടോ. ഓക്കെ, സൈക്കോളജി ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ മോട്ടിവേഷൻ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു വാക്കാണ് അല്ലെ, മോട്ടിവേഷൻ. എന്താണ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എന്താണ് മോട്ടിവേഷൻ പറയൂ? എന്താണ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു സ്ഥാപനത്തില് ഓക്കെ, അശ്വതി പറഞ്ഞു പ്രചോദനം. ഓക്കെ, കറക്റ്റ് ആണ്, അതിന് മീനിങ് ആണ് അല്ലെ, പ്രചോദനം. ഓക്കെ, നമ്മൾ മോട്ടിവേഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് മോട്ടിവേഷൻ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒരു മോട്ടിവേഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുമോ? ഒരിക്കലും പറ്റില്ല അല്ലെ. ഓക്കെ, അതുപോലെ നമ്മൾ ഇത് ചിന്തിക്കുമ്പോൾ ഒരു ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര് അല്ലെ. അതെ, നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ പെരുമാറ്റങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ആ ചാപ്റ്ററിനകത്ത് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോ നമുക്കറിയാം, നമ്മള് ഏതൊരു ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാലും അവർക്ക് അവരുടേതായ ചില എന്തുണ്ടായിരിക്കും, കോഡ് ഓഫ് ബിഹേവിയർ ഉണ്ടായിരിക്കും. ശരിയല്ലേ? ഒരു കോഡ് ഓഫ് കണ്ടക്ട്, നിങ്ങൾക്ക് എന്ത് പറയാം, കോഡ് ഓഫ് ബിഹേവിയർ എന്ന് പറയും അല്ലെ. നമ്മുടെ ഡിപ്ലോമയില് എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനെയൊക്കെ നമ്മൾ കോഡ് ഓഫ് ബിഹേവിയറിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാം അല്ലെ. അതായത് ഒരു ഓർഗനൈസേഷന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ പെരുമാറുന്നതിനായിട്ട്, അതായത് ജീവനക്കാർക്ക് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ചില സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഒരു ഓർഗനൈസേഷന് വേണ്ടി മാത്രമല്ല, ഒരു ബിസിനസ് ആയിക്കോട്ടെ എന്തുമായിക്കൊള്ളട്ടെ, എന്താണ് അവിടുത്തെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ജീവനക്കാർക്ക് ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊരു ഓർഗനൈസേഷനിലും പാലിക്കേണ്ടതായ ചില സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോഡ് ഓഫ് ബിഹേവിയർ അഥവാ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോ ഏതൊരു എംപ്ലോയീസിനെ പറ്റി സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് അല്ലെ. ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച് അവിടെ എത്ര എംപ്ലോയീസ് വർക്ക് ചെയ്താലും ഏതൊരു സ്ഥാപനത്തിൽ അവരുടേതായ ചില എന്തുണ്ടായിരിക്കും, ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും, ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. ആ ലക്ഷ്യങ്ങള് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്
അവിടെയുള്ള ജീവനക്കാര് അവിടുത്തെ കോഡ് ഓഫ് ബിഹേവിയർ അനുസരിച്ച് എന്ത് ചെയ്യണം, പെരുമാറണം അല്ലെ. ഇനി അപ്പോ നല്ല രീതിയിൽ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവർ ഈ ജീവനക്കാരെ സംബന്ധിച്ച് അവർക്ക് നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ അവർക്ക് എന്താവശ്യമാണ്, ഒരു മോട്ടിവേഷൻ അവിടെ ആവശ്യമാണ്. അല്ലെങ്കിൽ ഇതിപ്പോ ഒരു ജോലിയെ സംബന്ധിച്ച് മാത്രമല്ല, നമ്മുടെ ലൈഫിലായാലും നമുക്ക് എന്ത് വേണം, ഒരു മോട്ടിവേഷൻ വേണം അല്ലെ. ഒരു മോട്ടിവേഷൻ ഇല്ലാതെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പൊ കുറച്ച് എന്താണ് സൈക്കോളജിയായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് അവിടെ പറയുന്നത്. ഓക്കെ, നമുക്ക് കാണിക്കാം. മോട്ടിവേഷൻ. The word motivation originates from the word motive, which is defined as an active form of a desire, craving or need, which must be satisfied. Okay, screen കാണാലോ അല്ലേ? സ്ക്രീൻ കാണുന്നില്ലേ നിങ്ങൾക്ക്? ഓക്കെ, എന്താണ് പറയുന്നത്? The word motivation originates from the word motive, underline ചെയ്യാലോ, which is defined as an active form of a desire, craving or need, which must be satisfied. ആദ്യം നമ്മൾ പഠിക്കുന്നത് എവിടെ നിന്നാണ് ഈ മോട്ടിവേഷൻ എന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ the word motivation that is originates from the word motive. മോട്ടീവ് എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്നാണ് മോട്ടിവേഷൻ എന്ന വാക്ക് ഒറിജിനേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ഓക്കെ, എന്താണ് അതിന്റെ മീനിങ് എന്ന് പറഞ്ഞത്? ഡിസയർ എന്നാണ് അല്ലെ. ഡിസയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആഗ്രഹം അല്ലെ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ക്രേവിംഗ് എന്ന് പറയാം, അതായത് ഒരു ആസക്തി എന്നൊക്കെ പറയാം. ഓർ നീഡ് വിച്ച് മസ്റ്റ് ബി സാറ്റിസ്ഫൈഡ് അല്ലെ. അതായത് നമുക്ക് എന്താണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ട നമ്മുടെ ആവശ്യം. ഒരു തരത്തിൽ പറഞ്ഞ നീഡ് എന്താണ്, വിച്ച് ഡ്രൈവ്സ് ആൻ ആക്ഷൻ അല്ലെ. നമ്മുടെ ഒരു പ്രവർത്തനത്തില് മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ ആവശ്യം അല്ലെങ്കിൽ ആഗ്രഹം, അതും അല്ലെങ്കിൽ ആസക്തി എന്നതാണ് മോട്ടീവ് എന്ന വേർഡിന്റെ മീനിങ്. ഓക്കെ, എന്തൊക്കെയാണ് മീനിങ്? ഡിസയർ എന്നുള്ള അർത്ഥമുണ്ട്. ഡിസയർ മീൻസ് ആഗ്രഹമാണ്. ക്രേവിംഗ് എന്ന് പറഞ്ഞാൽ ആസക്തി എന്നുള്ള അർത്ഥമാണ്. Then need which must be satisfied. That means the need that drives an action. അതായത് ഒരു പ്രവർത്തനത്തിന് മുന്നോട്ട് നയിക്കുന്ന നമ്മളുടെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം, അതിനെയാണ് നമ്മൾ മോട്ടീവ് എന്ന വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് എന്താണ് പറയുന്നത്? മോട്ടിവേഷൻ ഈസ് ദ കീ ടു ദ ഓർഗനൈസേഷണൽ ഇഫക്റ്റീവ്നെസ്. ഓക്കെ, അപ്പോ ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ എൻ ഓർഗനൈസേഷണൽ സക്സസ്. ഒരു ഓർഗനൈസേഷന്റെ സക്സസിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർണായകമായിട്ടുള്ള ഒരു പങ്ക് ആർക്കുണ്ട്? മോട്ടിവേഷന് ഉണ്ട്. കാര്യം എന്താണ്? അതായത് ആ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് അവിടുത്തെ ജീവനക്കാരെ പ്രാപ്തരാക്കുന്നത് ഇങ്ങനെയുള്ള മോട്ടിവേഷൻ ആണ്. അതുകൊണ്ടാണ് പറഞ്ഞത് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഓർഗനൈസേഷന്റെ എന്താ പറയാ സക്സസിന് ഏറ്റവും നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന ഒന്നാണ്. കാര്യം എന്താണ്? ജീവനക്കാർക്ക് ആ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങള് നേടിയെടുക്കാനായിട്ട് അവരെ പ്രാപ്തരാക്കുന്നത് എന്താണ്? ഈ പറയുന്ന മോട്ടിവേഷൻ ആണ്. ഓക്കെ, പിന്നെന്താണ്? The manager in general has to get the work done to others, and these others are human assets of resources. They need to be encouraged to work towards achieving the organizational goals. എന്താണ് പറയുന്നത്? മാനേജേഴ്സിന്റെ റോളാണ് പറയുന്നത്. നമ്മളൊരു ഓർഗനൈസേഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. സോ അവിടെ പറഞ്ഞത് റോൾ ഓഫ് മാനേജേഴ്സ് ആണെന്ന് വെച്ചാൽ the managers play an important role എന്താണ്? in maintaining the എന്താണ് മോട്ടിവേഷൻ അല്ലെ, മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഫോർ അച്ചീവിംഗ് ഓർഗനൈസേഷണൽ ഗോൾസ്. അതായത് ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനായിട്ട് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട റോള് ആർക്കുണ്ട്? മാനേജർമാർക്ക് ഉണ്ട്. ഓക്കെ, ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ മാനേജേഴ്സ് ഉണ്ട്, അവരുടെ കീഴിൽ ധാരാളം സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ അവരെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ആർക്കുണ്ട്? മാനേജേഴ്സിനുണ്ട്. അവരിങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് എംപ്ലോയീസ് കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. അങ്ങനെ എത്രത്തോളം എംപ്ലോയീസ് ഇഫക്റ്റീവ് ആയിട്ട് പ്രവർത്തിക്കുന്നു, എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നോ അത്രത്തോളം നന്നായിട്ട് ഓർഗനൈസേഷന്റെ സക്സസ് നമുക്കൊക്കെ ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ നമ്മളോട് പഠിച്ച കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. The word motivation that is originated from the word motive. Okay,
വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് മോട്ടീവ്? ഇതൊക്കെയാണ് അതിന്റെ മീനിങ് വരുന്നത്. ഡിസയർ അല്ലെങ്കിൽ ക്രേവിംഗ്, അല്ലെങ്കിൽ നമുക്ക് പറയാം the need that drives an action. അല്ലെ, നമ്മളൊരു പ്രവർത്തനത്തില് മുന്നോട്ട് നയിക്കുന്ന ഒരു ആഗ്രഹം അല്ലെങ്കിൽ എന്താണ് ആവശ്യം, അതിനെയാണ് നമ്മൾ മോട്ടീവ് എന്ന വേർഡ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതിൽ നിന്നുമാണ് മോട്ടിവേഷൻ എന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. പിന്നെ നമുക്കറിയാം മോട്ടിവേഷൻ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ എൻ ഓർഗനൈസേഷണൽ സക്സസ്. അല്ലെ, ഒരു ഓർഗനൈസേഷന്റെ സക്സസിന് ഒരു നിർണായകമായിട്ടുള്ള ഒരു പങ്ക് ഇതിനുണ്ട്, മോട്ടിവേഷൻ ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്, മാനേജേഴ്സ് പ്ലേ എ കീ റോൾ ഇൻ മോട്ടിവേറ്റിംഗ് എംപ്ലോയീസ് ഫോർ അച്ചീവിംഗ് ദ ഓർഗനൈസേഷൻ ഗോൾസ്. അല്ലെ, ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് ആർക്കുണ്ട്? മാനേജർമാർക്ക്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക്? മോട്ടിവേഷൻ എന്താണെന്നുള്ളത് ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ആ പോയിന്റുകളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. എന്താണ് മോട്ടീവ് എന്ന വേർഡിന്റെ അർത്ഥമൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. 3 മീനിങ്സ് ആണ് അതിൽ പറയുന്നത്. ഡിസയർ, ക്രേവിംഗ്, അതുപോലെ തന്നെ എന്താണ് നീഡ് വിച്ച് മസ്റ്റ് ബി സാറ്റിസ്ഫൈഡ്. അങ്ങനെ 3 മീനിങ്സ് ആണ് അതിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ഡെഫിനിഷൻസ് നോക്കാം കേട്ടോ. മോട്ടിവേഷന്റെ ഡെഫിനിഷൻസ് നോക്കാം. ഓക്കെ, അപ്പൊ ഓരോ ഡെഫിനേഷനും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. ആരാണ് ആ ഒരു ഡെഫിനേഷൻ പ്രപ്പോസ് ചെയ്യുന്നത്? നമുക്ക് 3 പേരുടെ പഠിക്കാനുണ്ട്. ഒന്ന് ജോർജ് ആർ ടെറിയുടെ ഡെഫിനേഷൻ പഠിക്കാനുണ്ട്. പിന്നെ റോബർട്ട് ഡെവിന്റെ ഡെഫിനേഷൻ ഉണ്ട്. പിന്നെ വിറ്റൽസ് കേട്ടോ, വിറ്റൽസ്. ഓക്കെ, അതിന്റെ പേരാണ് വിറ്റൽസ് കേട്ടോ. അപ്പൊ 3 പേരുടെ ഡെഫിനേഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഓരോന്നും കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഫസ്റ്റ് വൺ നോക്കാം. മോട്ടിവേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് the set of forces that cause people to choose certain behaviors from the many alternatives often to them. എന്താണ്? The set of forces that cause people to choose certain behaviors from the many alternatives often to them. അതായത് ശരിക്കും കറക്റ്റ് ഡെഫിനേഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതാണ്. അതായത് ആളുകൾക്ക് മുന്നിൽ തുറന്നിരിക്കുന്ന വിവിധ ആൾട്ടർനേറ്റീവ്സിൽ, അതായത് ഒരാള് പറഞ്ഞുതരാം അതെന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞുതരാം. അതായത് നമ്മുടെ ആളുകളുടെ മുന്നിൽ തുറന്നിട്ടിരിക്കുന്ന വിവിധ ആൾട്ടർനേറ്റീവ്സിൽ നിന്ന് ഏറ്റവും നല്ല, അതായത് നല്ല പെരുമാറ്റങ്ങളെ തിരഞ്ഞെടുക്കാനായിട്ട് ഒരു വ്യക്തിയെ സഹായിക്കുന്ന ഒരു പ്രേരക ശക്തിയെയാണ് നമ്മൾ മോട്ടിവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കറക്റ്റ് ഡെഫിനേഷൻ ആണ് ഞാൻ ഈ പറഞ്ഞത്. അതായത് ആളുകൾക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുന്ന വിവിധ ആൾട്ടർനേറ്റീവ്സ്, വിവിധ ഓപ്ഷൻസുകളിൽ നിന്നും ചില പെരുമാറ്റ രീതികൾ തിരഞ്ഞെടുക്കാനായിട്ട് ഒരു വ്യക്തിയെ സഹായിക്കുന്ന ഒരു പ്രേരിത ശക്തിനെയാണ് നമ്മൾ മോട്ടിവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ വേറൊരു കാര്യം കൂടെ പറയുന്നത്. ഓക്കെ, അതാണ് ശരിക്കുള്ള ഡെഫിനേഷൻ കേട്ടോ. ജോർജ് ആർ ടെറിയുടെ ഡെഫിനേഷൻ രണ്ടാമത് പറയുന്നതാണ് കേട്ടോ. ഇത് ജനറൽ ആയിട്ടുള്ള ഡെഫിനേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. മോട്ടിവേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് the set of forces that cause people to choose certain behaviors from the many alternatives often to them. ആളുകൾക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുന്ന വിവിധ ആൾട്ടർനേറ്റീവ്സുകളിൽ നിന്നും, വിവിധ ഓപ്ഷൻസുകളിൽ നിന്നും ചില പെരുമാറ്റ രീതികൾ തിരഞ്ഞെടുക്കുന്നതിനായിട്ട് ഒരു വ്യക്തിയെ സഹായിക്കുന്ന പ്രേരക ശക്തിയെയാണ് നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു സുഖം തോന്നില്ല എന്ത് ഉദ്ദേശിക്കുന്നത്. ഞാനൊരു എക്സാമ്പിളിലൂടെ അത് പറയാം. ആ ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നത് തന്നെയാണ് കേട്ടോ. നമ്മുടെ വേറൊരു പേജിൽ മാർക്ക് വരുന്നുണ്ട്. അതെന്നെ എടുത്ത് നമുക്ക് പറയാം. അതായത് ഒരു എംപ്ലോയി ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാന്ന് വിചാരിക്കാം. ഓക്കെ, ഇയാൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇയാൾക്ക് ലഭിക്കുന്ന ശമ്പളം അത് വളരെ കുറവാണെന്ന് വിചാരിക്കുക. അണ്ടർ പെയ്ഡ് ആയിട്ടാണെന്ന് വിചാരിക്കുക. ചിലർക്ക് ലഭിക്കുന്ന ശമ്പളം ഒരു ശരിയായൊരു ശമ്പളം, ദാറ്റ് മീൻസ് അവർക്ക് ഒരു കുറഞ്ഞൊരു ശമ്പളമാണെന്ന് വിചാരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു വ്യക്തിക്ക് ഒരു ശമ്പള വർധനവിന് വേണ്ടിയിട്ട് അവർക്ക് എന്ത് വരാം, ഒരു ആവശ്യം വന്നേക്കാം അല്ലെ. അങ്ങനെ ആവശ്യം വരുമ്പോൾ ആ ആവശ്യമാണ് പിന്നീട് അയാൾ എന്തായിട്ട് മാറുന്നത്, ഒരു ആഗ്രഹമായിട്ട് മാറുന്നത്. അയാൾക്ക് ശമ്പളം കൂടുതൽ ലഭിക്കണം, ഈ സാലറി ഇൻക്രിമെന്റ് ലഭിക്കണം എന്നുള്ളത് അയാളുടെ ഒരു ആവശ്യമാണ്. ആ ആവശ്യം പിന്നീട് അയാളൊരു ആഗ്രഹമായിട്ട് മാറുകയാണ്, അയാൾക്ക് സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഒരു ആഗ്രഹമായിട്ട് മാറുകയാണ്. അപ്പൊ അയാളുടെ മുന്നില് ഒരുപാട് ഓപ്ഷൻസുകൾ അയാളുടെ മുന്നിൽ ഉണ്ടായിരുന്നു. ഒന്നുകിൽ അയാൾക്ക് എന്ത് ചെയ്യാം, സാലറി ഇൻക്രിമെന്റിന് വേണ്ടിയിട്ട് നേരിട്ട് മാനേജ്മെന്റിനോട് വേണമെങ്കിൽ സംസാരിക്കാം, മാനേജേഴ്സിനോട് വേണമെങ്കിൽ സംസാരിക്കാം. അതൊരു ഓപ്ഷനാണ്. ഓക്കെ, രണ്ടാമതൊരു ഓപ്ഷൻ വേണമെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം,
കുറെ കൂടെ ഒരു സാലറി ഇൻക്രിമെന്റ് ലഭിക്കാനായിട്ട് കുറച്ചുകൂടെ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് അയാൾ തയ്യാറാവാം. ഓക്കെ, അത് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ. ഇനി മൂന്നാമതൊരു ഓപ്ഷൻ ഉണ്ട്. എന്താണ്? എന്തായാലും ഇവിടെ ശമ്പള വർധനവിന് സാധ്യതയില്ലെങ്കിൽ പുതിയൊരു ജോലി, കുറച്ചുകൂടെ സാലറി ഉള്ള പുതിയൊരു ജോലി നോക്കാം. അത് അയാളുടെ മുന്നിലുള്ള മൂന്നാമത്തെ ഓപ്ഷൻ ആണെന്ന് വിചാരിക്കും. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നുകിൽ അയാൾക്ക് ശമ്പള വർധനയ്ക്ക് വേണ്ടിയിട്ട് മാനേജറോട് അല്ലെങ്കിൽ മാനേജ്മെന്റിനോട് നേരിട്ട് പോയി അയാൾക്ക് ചോദിക്കാം. അതല്ലെങ്കിൽ അയാൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം, കുറച്ചും കൂടെ സാലറി ഇൻക്രിമെന്റ് ചെയ്യാൻ കുറേ കൂടെ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്റെ പെർഫോമൻസ് കണ്ടിട്ട് അവര് കുറച്ച് സാലറി കൂട്ടി തന്നാലോ, അതുകൊണ്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും എന്നുള്ള രീതിയിൽ രണ്ടാമതൊരു ഓപ്ഷൻ. മൂന്നാമത്തെ രീതിയിൽ അയാൾക്ക് എന്ത് ചിന്തിക്കാം? കുറച്ചുകൂടി സാലറി ഉള്ള പുതിയൊരു ജോലിക്ക് വേണമെങ്കിൽ അന്വേഷിക്കും. ഇങ്ങനെ 3 ഓപ്ഷൻസ് അഥവാ 3 ആൾട്ടർനേറ്റീവ്സ് ആണ് ആ ഒരു വ്യക്തിയുടെ മുന്നിൽ തുറന്നു കൊടുത്തിരിക്കുന്നത്. ഇനി അപ്പൊ അയാളുടെ ആഗ്രഹമാണ് എന്ത്? സാലറി ഇൻക്രിമെന്റ് ലഭിക്കണം. അയാൾക്ക് സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഒരു ആവശ്യമാണ് അല്ലെങ്കിൽ ഒരു ആഗ്രഹമാണ്. അങ്ങനെ ഇയാൾ എന്ത് ചെയ്യാണ്? രണ്ടാമതൊരു ഓപ്ഷൻ, രണ്ടാമത് നമ്മൾ പറഞ്ഞ ഓപ്ഷൻ അയാൾ എന്ത് ചെയ്യാണ്? തിരഞ്ഞെടുക്കാണ്. കുറച്ച് എന്ത് ചെയ്യാണ്? ഹാർഡ് വർക്ക് ചെയ്യാണ്. അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് കൃത്യം 1 മാസം കഴിയുമ്പോൾ അയാളുടെ സാലറിയിൽ ഒരു ഇൻക്രിമെന്റ് ഉണ്ടായിട്ട് വിചാരിക്കും. അപ്പൊ എന്തായി? അയാൾ സാറ്റിസ്ഫൈഡ് ആയി. കാരണം എന്താണ്? ഹാർഡ് വർക്ക് ചെയ്ത ഹാർഡ് വർക്ക് എന്നൊരു ബിഹേവിയർ ആണ് അയാൾക്ക് സാലറി കൂട്ടിക്കൊടുത്തത്. അപ്പൊ എന്ത് ചെയ്യും? ഹാർഡ് വർക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു ബിഹേവിയർ കണ്ടിന്യൂ ചെയ്തു പോകാനായിട്ട് അയാൾ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. ശരിയല്ലേ പറഞ്ഞത്? അതാണ് അവിടെ പറയുന്നത്. ആ ഒരു ബിഹേവിയർ ആണ് അയാൾ അവിടെ ഓപ്റ്റ് ചെയ്തത്. അതായത് ഹാർഡ് വർക്ക് ചെയ്തപ്പോ എന്താണ് ആവശ്യം സാറ്റിസ്ഫൈ ചെയ്തു. സോ എന്ത് ചെയ്യാം? ഹാർഡ് വർക്കിംഗ് എന്ന എന്റെ ബിഹേവിയർ ഞാൻ ഇതിലുടനീളം കണ്ടിന്യൂ ചെയ്യാനായിട്ട് അയാൾ തീരുമാനിക്കുകയാണ്. കേട്ടോ? അപ്പൊ അതാണ് ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിളിൽ നിങ്ങൾ ഈ ഒരു ഡെഫിനേഷൻ ആയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആളുകൾക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുന്ന എന്താണ് വിവിധ ആൾട്ടർനേറ്റീവ്സിൽ നിന്നും ചില പെരുമാറ്റ രീതികൾ തിരഞ്ഞെടുക്കാനായിട്ട് അവരെ സഹായിക്കുന്ന ഒരു പ്രേരക ശക്തിയെയാണ് നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അല്ലെ? അയാളുടെ മുമ്പിൽ 3 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അയാൾ തെരഞ്ഞെടുത്തത് ഹാർഡ് വർക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനാണ് അയാൾ തെരഞ്ഞെടുത്തത്. അതിലൂടെ അയാളുടെ ആവശ്യം അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നു. സോ അയാൾ ആ ഒരു ഹാർഡ് വർക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു ബിഹേവിയർ അയാൾ ചൂസ് ചെയ്യാണ്. പിന്നീട് അയാൾ ഉടനീളം ആ ഒരു ബിഹേവിയർ ആണ് കണ്ടിന്യൂ ചെയ്തു പോകാനായിട്ട് ശ്രമിക്കുന്നത്. ഇവ മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ ആണോ? എക്സാമ്പിൾ ആയിട്ടൊന്ന് കണക്ട് ചെയ്താൽ മതി കേട്ടോ. അടുത്തത് പറയുന്നത് മോട്ടിവേഷൻ ഇസ് ദ ഡിസയർ within an individual that stimulates him or her to action. അതാണ് motivation is the desire within an individual that stimulates him or her to action. ആരുടെ ഡെഫിനിഷൻ ആണ്? ജോർജ് ആർ ടെറിയുടെ ഡെഫിനിഷൻ ആണ്. എന്താ പറയുന്നത്? ഒരു വ്യക്തിയെ എന്താണ് ഒരു പ്രവർത്തനത്തിലേക്ക് മുന്നോട്ട് നയിക്കുന്ന ഒരു ആഗ്രഹത്തിനെയാണ് നമ്മുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ശരിയാണ്, നമ്മുടെ ഒരു ആവശ്യം അല്ലെങ്കിൽ നമ്മുടെ ഒരു ആഗ്രഹമാണ് ഒരു മോട്ടിവേഷൻ ആയിട്ട് മാറുന്നത്. നമുക്കൊരു സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മൾ ആഗ്രഹം സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കും. അവിടെ നിന്നാണ് നമ്മുടെ ഉള്ളിൽ അറിയാതെ ഒരു മോട്ടിവേഷൻ അവിടെ എന്ത് ചെയ്യാണ്? ഒറിജിനേറ്റ് ചെയ്യുന്നത്. അല്ലെ? അതായത് ഒരു വ്യക്തിയെ ഒരു പ്രവർത്തനത്തിലോട്ട് മുന്നോട്ട് നയിക്കുന്ന അയാൾക്കുള്ളിലുള്ള ആ ഒരു ഡിസയർ, ആ ഒരു ആഗ്രഹത്തിനെയാണ് നമ്മൾ മോട്ടിവേഷൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഡെഫിനേഷൻ ആണ് കേട്ടോ. അവിടെയാണ് ജോർജ് ആർ ടെറിയുടെ ഡെഫിനേഷൻ ആണ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് റോബർട്ട് ഡെവിന്റെ ഡെഫിനേഷൻ ആണ്. അതിൽ എന്താ പറഞ്ഞത്? ദ കോംപ്ലക്സ് ഓഫ് ഫോഴ്സസ് സ്റ്റാർട്ടിങ് ആൻഡ് കീപ്പിംഗ് എ പേഴ്സൺ അറ്റ് വർക്ക് ഇൻ എൻ ഓർഗനൈസേഷൻ. അതാണ് ദ കോംപ്ലക്സ് ഓഫ് ഫോഴ്സസ് സ്റ്റാർട്ടിങ് ആൻഡ് കീപ്പിംഗ് എ പേഴ്സൺ അറ്റ് വർക്ക് ഇൻ എൻ ഓർഗനൈസേഷൻ. അതായത് ഒരു ഓർഗനൈസേഷനിൽ ഒരു വ്യക്തിക്ക് അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനും അവർക്ക് അവിടെ നിലനിൽക്കുന്നതിനും അവരെ സഹായിക്കുന്ന ഒരു കൂട്ടം ഫോഴ്സസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ പറയുന്ന മോട്ടിവേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ദ കോംപ്ലക്സ് ഓഫ് ഫോഴ്സസ് സ്റ്റാർട്ടിങ് ആൻഡ് കീപ്പിംഗ് എ പേഴ്സൺ അറ്റ് വർക്ക് ഇൻ എൻ ഓർഗനൈസേഷൻ. അതായത് ഒരു ഓർഗനൈസേഷനിൽ ഒരു വ്യക്തിക്ക് അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനും അവർക്ക് അവിടെ നിലനിൽക്കുന്നതിനും അവരെ സഹായിക്കുന്ന ഒരു കൂട്ടം പ്രേരക ശക്തിയെയാണ് നമ്മൾ മോട്ടിവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആരുടെ ഡെഫിനേഷൻ ആണ്? റോബർട്ട് ഡെവിന്റെ ഡെഫിനേഷൻ ആണ്. ഓക്കെ ആണോ? ഇത് കേൾക്കുമ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് കുറച്ച് സൈക്കോളജിക്കലായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഒന്ന് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് വിക്ടേഴ്സ്. കേട്ടോ,
വിക്ടർസിന്റെ ഡെഫിനേഷൻ നമുക്ക് നോക്കാം. വിക്ടർസ് ഡിഫൈൻസ് motivation as an unsatisfied need which creates a state of tension or disequilibrium, causing the individual to move in a goal-directed pattern towards restoring a state of equilibrium by satisfying the need. Standard definition ആണ്, വിക്ടർസിന്റെ ഡെഫിനേഷൻ ആണ്. എന്താണ് പറയുന്നത്? മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ അൺസാറ്റിസ്ഫൈഡ് നീഡ് ആണ്. അതായത് അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഉള്ളില് സഫലീകരിക്കാത്ത ഒരു ആവശ്യം, അല്ലെങ്കിൽ തൃപ്തികരമല്ലാത്ത, എന്നുവെച്ചാൽ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമാണ്. ഓക്കെ, ആ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ ഇതൊരു വ്യക്തിയില് എന്തുണ്ടാക്കുന്നുണ്ട്? ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ട്, സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്, ഒരു അസന്തുലിതാവസ്ഥ ക്രിയേറ്റ് ചെയ്യും. പക്ഷെ ഈ ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ ഒരു അസന്തുലിതാവസ്ഥ അവരെ ലക്ഷ്യത്തിലോട്ട് നയിക്കുകയും അങ്ങനെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലൂടെ അവരെന്ത് ചെയ്യാണ്? ആ ഒരു സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ മുന്നോട്ട് പ്രവർത്തിക്കുകയും ചെയ്യും. ഇതിനെയാണ് മോട്ടിവേഷൻ ഉദ്ദേശിക്കുന്നത്. വിക്ടേഴ്സ് പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ എന്താണ്? ഒരു അൺസാറ്റിസ്ഫൈഡ് നീഡാണ്, നമ്മുടെ ഉള്ളിൽ സഫലമാകാത്ത, എന്നാൽ നമ്മൾ സഫലീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ആവശ്യമാണ്, ഒരു നീഡാണ്. ആ നീഡ് അങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് എന്താണ്? അത് നമ്മുടെ ഉള്ളിൽ ഒരു ടെൻഷൻ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു അസന്തുലിതാവസ്ഥ ക്രിയേറ്റ് ചെയ്യും, അല്ലെ? പക്ഷെ ഈ ഒരു അസന്തുലിതാവസ്ഥ നമ്മളെ ലക്ഷ്യത്തിലോട്ട് നയിക്കും. അത് കുറെ നാൾ അങ്ങനെ ടെൻഷനിലും അതുപോലെ അസന്തുലിതാവസ്ഥയിൽ നമ്മൾ മുന്നോട്ട് പോയി അവസാനം അത് നമ്മളെ ഒരു ലക്ഷ്യത്തിലോട്ട് നയിക്കുകയും അങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നതിലൂടെ നമ്മൾ ആ ഒരു സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിനെയാണ് മോട്ടിവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിയല്ലേ? ഇപ്പൊ നമ്മളുടെ ഉള്ളിൽ ഒരു ആഗ്രഹം, നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് വെച്ചാൽ ആ ആവശ്യം അത് നമ്മുടെ ആഗ്രഹമായിട്ട് മാറുന്നത്. അതിങ്ങനെ നമ്മൾ സഫലീകരിക്കാതെ കിടക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കിടക്കുമ്പോൾ നമുക്കൊരു ടെൻഷനാണ്, അല്ലെ? നമ്മുടെ ആഗ്രഹം സാറ്റിസ്ഫൈ ചെയ്തില്ലല്ലോ, നമുക്കത് സാധിച്ചു കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു എന്താണ്? ഒരു ഡിസിക്വിലിബ്രിയം, അസന്തുലിതാവസ്ഥ നമ്മുടെ ഉള്ളിൽ നിൽക്കും. സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ ഇതിങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കും, അല്ലെ? അങ്ങനെ നമ്മൾ ഒരുപാട് ടെൻഷനിലൂടെ ഡിസിക്വിലിബ്രിയത്തിലൂടെ ഒക്കെ കടന്നുപോയി അവസാനം നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലോട്ട് എത്തിപ്പെടും, അല്ലെ? നമ്മുടെ ലക്ഷ്യത്തിലോട്ട് എത്തിപ്പെടുകയും അങ്ങനെ അവിടെ വെച്ച് നമ്മളുടെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്തതിലൂടെ നമ്മൾ ഒരു സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് നീങ്ങുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോട്ടിവേഷൻ എന്ന് പറയുന്നത്. വിക്ടേഴ്സിന്റെ ഡെഫിനേഷൻ ആണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് വേറൊരു ഡെഫിനേഷൻ നോക്കിയേ. മോട്ടിവേഷൻ refers to the degree of readiness of an organism to pursue some desired goals and implies the determination of the nature and the locus of force inducing the degree of readiness. എന്താണ് പറയുന്നത്? മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ it may be defined as the degree of readiness of an organism. അതായത് ഒരു വ്യക്തിയുടെ എന്താണ്? റെഡിനെസ് ആണ്, ഡിഗ്രി ഓഫ് റെഡിനെസ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു പർസ്യൂ സം ഡിസൈൻഡ് ഗോൾസ്, അതായത് ഒരു നിശ്ചിത ലക്ഷ്യങ്ങൾ പിന്തുടരുന്നതിന് വേണ്ടിയിട്ട ഒരു വ്യക്തിയുടെ സന്നദ്ധതയുടെ അറിവ് അല്ലെങ്കിൽ ഒരു വ്യാപ്തി, അതിനെ നമുക്ക് എന്ത് പറയാം? മോട്ടിവേഷൻ എന്ന് പറയാം, അല്ലെ? ഒരു വ്യക്തിക്ക് അവരുടെ നിശ്ചിത ലക്ഷ്യങ്ങൾ പിന്തുടരുന്നതിന് വേണ്ടിയിട്ട് എന്താണ്? പിന്തുടരാനായിട്ടുള്ള ആ ഒരു സന്നദ്ധത, അല്ലെ? ആ ഒരു സന്നദ്ധതയുടെ ഒരു അളവ് അല്ലെങ്കിൽ ആ ഒരു വ്യാപ്തി, അതിന് നമുക്ക് എന്ത് പറയാം? മോട്ടിവേഷൻ എന്ന് പറയാം. അതോടൊപ്പം എന്താണ്? ഇറ്റ് ഇംപ്ലൈസ് ദ ഡിറ്റർമിനേഷൻ ഓഫ് ദ നേച്ചർ ആൻഡ് ലോക്കസ് ഓഫ് ഫോഴ്സ് ഇൻഡ്യൂസിംഗ് ദ ഡിഗ്രി ഓഫ് റെഡിനെസ്. നമ്മൾ ആ ഒരു സന്നദ്ധതയെ പ്രേരിപ്പിക്കുന്ന ആ ഒരു ഫോഴ്സസിന്റെ എന്താണ്? നേച്ചർ എന്താണ്, അതിന്റെ ആ ഒരു സ്ഥാനം എന്താണ് എന്ന് നമ്മൾ നിർണ്ണയിക്കാനായിട്ട് സഹായിക്കുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അത് വളരെ ഡ്രൈ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, കാര്യം അതൊരു ഡെഫിനിഷൻ ആണ്. ആ ഡെഫിനിഷൻ നമുക്ക് ഇനി വേറെ മാറ്റി പറയാനായിട്ട് പറ്റില്ല. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പല രീതിയിലും പലരും പല രീതിയിലാണ് അതിനെ എന്ത് ചെയ്തിരിക്കുന്നത്? ആ ഒരു കൺസെപ്റ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ജോർജ് ആർക്കറി പറഞ്ഞത് ഒരു വ്യക്തിയെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് അവരെ എന്താണ്? പ്രേരിപ്പിക്കുന്ന, അവരെ ഉത്തേജിപ്പിക്കുന്ന, സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആ ഒരു ആഗ്രഹത്തിനെയാണ് മോട്ടിവേഷൻ എന്നാണ് ജോർജ് ആർക്കറി പറഞ്ഞത്. റോബർട്ട് ഡെമിൻ എന്നാണ് പറയുന്നത്, അതായത് ഒരു വ്യക്തിക്ക് ഒരു സ്ഥാപനത്തിൽ അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനും അവർക്ക് അവിടെ നിലനിൽക്കുന്നതിനും അവരെ സഹായിക്കുന്ന, അതിനെ പ്രേരിപ്പിക്കുന്ന ആ ഒരു ഫോഴ്സിനെയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്.
മിച്ചൽസ് പറഞ്ഞത് എന്താണ്? നമ്മുടെ ഉള്ളിൽ സാറ്റിസ്ഫൈ ചെയ്യാത്ത ഒരു ആവശ്യം, അത് തമ്മിലൊരു സംഘർഷം ഉണ്ടാക്കുന്നു, അത് അസന്തുലിതാവസ്ഥ ക്രിയേറ്റ് ചെയ്യുന്നു, അത് പിന്നീട് നമ്മുടെ ലക്ഷ്യത്തിലൂടെ നയിക്കുകയും അങ്ങനെ നമ്മുടെ ആവശ്യങ്ങളെ സംതൃപ്തമാക്കുന്നതിലൂടെ ഒരു സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിനെയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നതാണ് മിച്ചൽസ് പറഞ്ഞത്. വേറൊരു ഡെഫിനേഷൻ എന്താണ് പറഞ്ഞത്? മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് അവരുടെ നിശ്ചിത ലക്ഷ്യങ്ങൾ പിന്തുടരാനായിട്ടുള്ള ഒരു സന്നദ്ധതയുടെ അളവ് അല്ലെങ്കിൽ വ്യാപ്തി, അതിനെയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അതുകൂടാതെ ആ സന്നദ്ധതയെ പ്രേരിപ്പിക്കുന്ന ശക്തികളുടെ നേച്ചർ എന്താണ്, അതിന്റെ സ്ഥാനം എന്താണ് എന്ന് നിർണ്ണയിക്കുന്നതിനെ സഹായിക്കുന്നത് എന്ന് തന്നെയാണ് മോട്ടിവേഷൻ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഓക്കെയാണ്. ഞാൻ ചെറുക്ക് ഡെഫിനേഷൻസ് ആണ്. ആ ഡെഫിനേഷനെ നമ്മൾ കുറച്ചൊന്ന് ആഴത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കണം കേട്ടോ. അത്രയും. ഇനി നമുക്ക് നോക്കാം. Based on aforementioned definitions, the following observations can be made regarding the motivation. അത് നമ്മൾ ഇത്രയും മോട്ടിവേഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു. മോട്ടിവേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡെഫിനേഷൻസ് നമ്മൾ കണ്ടു. ഇനി നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഈ പറഞ്ഞ ഡെഫിനേഷൻസിനനുസരിച്ച് മോട്ടിവേഷൻസുമായിട്ട് ബന്ധപ്പെട്ട ചില ഒബ്സർവേഷൻസ് ആണ് ഇവിടെ പോയിന്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കുറച്ച് പോയിന്റുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞതും പഠിച്ചതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഓരോ പോയിന്റും എന്താ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഈ ഒരു മോട്ടിവേഷനും അതിന്റെ ഡെഫിനേഷനും ഒന്ന് ജസ്റ്റ് വായിക്കാം. എന്നിട്ട് നമുക്ക് ആ പോയിന്റുകൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തോട്ട് നോക്കാം കേട്ടോ. അടുത്ത നോക്കാം, എന്തൊക്കെയാണ് ഒബ്സർവേഷൻസ് ദാറ്റ് ക്യാൻ ബി മെയ്ഡ് റിഗാർഡിംഗ് ദ മോട്ടിവേഷൻ. മോട്ടിവേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ഒബ്സർവേഷൻസുകളാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. മോട്ടിവേഷൻ ഇസ് എൻ ഇന്നർ സൈക്കോളജിക്കൽ ഫോഴ്സ് which activates and compels the person to behave in a particular manner. ഇതാണ്, അതായത് ഒരു വ്യക്തിയുടെ ഒരു പ്രത്യേക രീതിയിൽ പെരുമാറുന്നതിനായിട്ട് അവരെ ആക്ടിവേറ്റ് ചെയ്യുന്ന, അവരെ പ്രേരിപ്പിക്കുന്ന ഒരു ആന്തരിക മാനസിക ശക്തിനെയാണ് നമ്മൾ മോട്ടിവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിയല്ലേ പറഞ്ഞത്? എന്താണ്, ഒരു വ്യക്തിയെ ഒരു പെരുമാറ്റ രീതി, ഒരു പ്രത്യേക പെരുമാറ്റത്തിന് അല്ലെ, ഒരു പ്രത്യേക ബിഹേവിയറിൽ പെരുമാറുന്നതിന് അവരെ എന്താണ് പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു സൈക്കോളജിക്കൽ ഫോഴ്സിനെയാണ് നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസിൽ ഏതാണോ, ഏത് പെരുമാറ്റ രീതിയാണോ അവരെ തെരഞ്ഞെടുക്കുന്നത്, അതിനെ അവരെ ആ ഒരു പെരുമാറ്റ രീതി തെരഞ്ഞെടുക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ ആക്ടിവേറ്റ് ചെയ്യുന്ന ആ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ആ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ഇതാണ്. മോട്ടിവേഷൻ പ്രോസസ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ്, ലേണിംഗ് എബിലിറ്റീസ്, പെർസെപ്ഷൻ ആൻഡ് കോമ്പീറ്റൻസ് ഓഫ് എൻ ഇൻഡിവിജ്വൽ കേട്ടോ. ഇനി ഒരു മോട്ടിവേഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ അതിൽ പറയുന്ന പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് അല്ലെ, അതായത് ഓരോ വ്യക്തികളുടെ സ്വഭാവ സവിശേഷതകൾ, പിന്നെ അവരുടെ ലേണിംഗ് എബിലിറ്റീസ്, പിന്നെ അവരുടെ പെർസെപ്ഷൻ എന്ന് വെച്ചാൽ ഒരു ധാരണ, അവരുടെ ഒരു കാഴ്ചപ്പാട്, അതുപോലെ തന്നെ കോമ്പീറ്റൻസ്, അവരുടെ കഴിവ് എന്നിവയെല്ലാം തന്നെ മോട്ടിവേഷൻ പ്രോസസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. അതാണ് ഒരു മോട്ടിവേഷൻ പ്രോസസ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇതൊക്കെ ഫാക്ടേഴ്സ് കൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട്. ഒന്ന് പേഴ്സണാലിറ്റി ട്രെയ്റ്റ് അല്ലെ, ഒരു വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകള് മോട്ടിവേഷൻ പ്രോസസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്.
അതുപോലെ ലേണിംഗ് എബിലിറ്റീസ്, ഒരു വ്യക്തിയുടെ ലേണിംഗ് എബിലിറ്റീസ്, പിന്നെ അവരുടെ പെർസെപ്ഷൻ, അവരുടെ ഒരു കാഴ്ചപ്പാട്, പിന്നെ അവരുടെ എന്താണ് കോമ്പിറ്റൻസ്, ആ ഒരു വ്യക്തിയുടെ കഴിവ്, ഇതെല്ലാം തന്നെ എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്? മോട്ടിവേഷൻ പ്രോസസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അവിടെ നോട്ട് ചെയ്യുന്നു കേട്ടോ. മോട്ടിവേഷൻ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഫാക്ടേഴ്സ്. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ്? പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, ലേണിംഗ് എബിലിറ്റീസ്, പെർസെപ്ഷൻ, അതുപോലെ തന്നെ കോമ്പിറ്റൻസ്, കഴിവ്. ഇത്രയും കാര്യങ്ങളാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നതാണ് മോട്ടിവേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, highly motivated employees work more efficiently and his level of production tends to be higher than others. അതായത് highly motivated ആയിട്ടുള്ള എംപ്ലോയീസ് എന്ന് പറയുന്നത് അവർ വളരെ എഫിഷ്യന്റ് ആയിട്ട് അവർ എന്ത് ചെയ്യും? വർക്ക് ചെയ്യും. അത് മാത്രമല്ല, അവരുടെ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ, അവരുടെ ഒരു ഉൽപാദനക്ഷമത എന്ന് പറയുന്നത് മറ്റുള്ളവരെ അപേക്ഷിച്ച് എന്തായിരിക്കും? ഉയർന്നതായിരിക്കും. മനസ്സിലായോ? അതായത് ഏറ്റവും മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ വളരെ എഫിഷ്യന്റ് ആയിട്ട് അവര് വർക്ക് ചെയ്യും. ഓക്കെ, അവർ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുക മാത്രമല്ല, അവരുടെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് മറ്റുള്ളവരെ അപേക്ഷിച്ച് എന്തായിരിക്കും? ഉയർന്നതായിരിക്കും. ഓക്കെ, അടുത്ത പോയിന്റ് ഇതാണ്, മോട്ടിവേഷൻ ഒറിജിനേറ്റ്സ് ഫ്രം ദ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓഫ് എൻ ഇൻഡിവിജ്വൽ. അതായത് ഒരു ഇൻഡിവിജ്വലിന്റെ ആവശ്യങ്ങള് അല്ലെങ്കിൽ ആഗ്രഹങ്ങള്, അതിൽ നിന്നുമാണ് മോട്ടിവേഷൻ ഒറിജിനേറ്റ് ചെയ്യുന്നത്. ശരിയാണല്ലോ? നമ്മൾ നേരത്തെ പറഞ്ഞ ഡെഫിനേഷനിൽ നമുക്കത് മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ ഉള്ളിൽ ഒരു ആവശ്യം അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു ആഗ്രഹമാണ്, ആ ആഗ്രഹം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴാണോ നമ്മൾ ശ്രമിക്കുന്നത് അവിടെ ഒരു മോട്ടിവേഷൻ അറൈസ് ആവുന്നുണ്ട്, അല്ലെ? അതാണ് അവിടെ പറയുന്നത്, ഒരു വ്യക്തിയുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങളിൽ നിന്നുമാണ് ഒരു മോട്ടിവേഷൻ അവിടെ ഒറിജിനേറ്റ് ചെയ്യുന്നത്. It is a tension of lacking something in his mind which forces him to work more efficiently. അതായത് ഒരു വ്യക്തിയുടെ മനസ്സിൽ അവർക്ക് അഭാവം എന്ന് തോന്നുന്ന, അവർക്ക് ഇല്ല എന്ന് തോന്നുന്ന എന്തോ ഒന്ന്, അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഫോഴ്സ് ആണ് അവരെ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലായല്ലോ? അതായത് അവരുടെ മനസ്സിൽ അവർക്ക് എന്താണോ ഇല്ലാത്തത്, അവർക്ക് അഭാവം എന്ന് തോന്നുന്ന എന്തോ ഒന്ന് അവരുടെ മനസ്സിലുണ്ട്. അഭാവം എന്ന് തോന്നുന്ന എന്തോ എന്ന് വെച്ചാൽ അവർക്ക് സാറ്റിസ്ഫൈ ചെയ്യേണ്ട എന്തോ ഒരു ആവശ്യം ഉണ്ടെന്നാണ് അർത്ഥമാക്കുന്നത്. ആ ഒരു ആവശ്യമാണ് അവരെ അത് നേടിയെടുക്കാനായിട്ടുള്ള ഒരു ഫോഴ്സിലേക്ക് പുഷ് ചെയ്യുന്നത്, അല്ലെ? ഇതാണ് പറയുന്നത് വിച്ച് ഫോഴ്സസ് ഹിം ടു വർക്ക് മോർ എഫിഷ്യന്റ്ലി. അത് ആ ഒരു ഫോഴ്സ് ആണ് അവരെന്താണ് കുറെ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടും എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് അവരെ ഫോഴ്സ് ചെയ്യുന്നത് ആ ഒരു ശക്തിയാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്തത്, motivation is also a process of stimulating and channelizing an energy of an individual for achieving the set goals. അതായത് ഒരു വ്യക്തിക്ക് അവരുടെ നിശ്ചിത ലക്ഷ്യങ്ങള് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഊർജത്തിനെ ഉത്തേജിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തിക്ക് അവര് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നിശ്ചിത ലക്ഷ്യങ്ങള് എന്താണ് നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഊർജം, അവരുടെ ഉള്ളിലൊരു ഊർജമുണ്ട്, അത് നേടിയെടുക്കാനുണ്ട്. ആ ഊർജത്തിനെ ഉത്തേജിപ്പിക്കുകയും അതുപോലെ അവരെ ചാനലൈസ് ചെയ്യുന്ന വെച്ചാൽ അവരെ വഴിതിരിച്ചില്ല, അവരെ ഡയറക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മോട്ടിവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? Motivation also plays a crucial role in determining the level of performance. കേട്ടോ, അതോടൊപ്പം തന്നെ ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ലെവൽ ഓഫ് പെർഫോമൻസ്, അവരുടെ ആ ഒരു പെർഫോമൻസിന്റെ നിലവാരം അത് ഡിറ്റർമൈൻ ചെയ്യുന്നതിന് മോട്ടിവേഷൻ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ, കാര്യം എന്താണ്? highly motivated employees will get higher satisfaction which may lead to higher emissions. അല്ലെ? ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഹയർ സാറ്റിസ്ഫാക്ഷൻ കിട്ടും, അല്ലെ? വളരെ ഉയർന്ന ഒരു സംതൃപ്തി ലഭിക്കും. അത് അവർ കുറേയും കൂടെ എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് സഹായിക്കും. ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ അവരുടെ മനോവീര്യം കൂടുതലായിരിക്കും. അങ്ങനെ അവരുടെ ആ ഒരു മൊറാലെ വർദ്ധിക്കുമ്പോൾ അവർക്ക് കുറേയും കൂടെ എഫിഷ്യന്റ് ആയിട്ട് അവർക്ക് പ്രവർത്തിക്കാനായിട്ട് പറ്റും. അവർ എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കുമ്പോ അത്രത്തോളം അവരുടെ പ്രൊഡക്ടിവിറ്റി കൂടും. എത്രത്തോളം അവരുടെ പ്രൊഡക്ടിവിറ്റി കൂടുമ്പോ ആ ഒരു ഓർഗനൈസേഷന്റെ സക്സസും അത്ര കണ്ട് കൂടുതലായിരിക്കും. ശരിയല്ല? എല്ലാം ഇങ്ങനെ പരസ്പരം കണക്റ്റഡ് ആണ് കേട്ടോ, ഓർത്ത് വയ്ക്കാം. അത്രയേ ഉള്ളൂ. പിന്നെ വരുന്നത്
motivating force and its degree may differ from individual to individual depending on its personality, needs, competence and other factors. അതായത് ഒരു മോട്ടിവേറ്റിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ അതിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് അത് ഓരോ വ്യക്തിയുടെയും പേഴ്സണാലിറ്റി, അതുപോലെ അവരുടെ നീഡ്സ്, അവരുടെ കഴിവുകള് എന്നിവയ്ക്ക് അനുസരിച്ച് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് വ്യത്യാസം വരാം എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട് എന്നാണ്. മനസ്സിലായോ? അപ്പൊ ഒരു മോട്ടിവേറ്റിംഗ് ഫോഴ്സിന്റെ ഒരു അളവ് അല്ലെങ്കിൽ അതിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് എല്ലാ വ്യക്തികളിലും ഒരുപോലെ ആയിരിക്കില്ല. അത് ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വം, അവരുടെ ആവശ്യങ്ങള്, അവരുടെ കഴിവുകള് എന്നിവയ്ക്ക് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാക്കാം. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ? ഓക്കെ, ഇതാണ് മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ആൻഡ് ഇറ്റ്സ് ഡിഗ്രി may differ from individual to individual depending on his personality, needs, competence and other factors. അടുത്ത പോയിന്റ് ഇതാണ്. The process of motivation helps the manner in analyzing and understanding human behavior and finding out how an individual can be inspired to produce the desirable working behavior. അതായത് നമ്മൾ ഈ പറയുന്ന മോട്ടിവേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ് അതൊരു വ്യക്തിയുടെ പെരുമാറ്റത്തിനെ, ഒരു ഹ്യൂമൻ ബിഹേവിയറിനെ അനലൈസ് ചെയ്യാനും മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, the motivation process that helps the manner in analyzing and understanding human behavior. അതായത് ഒരു ഹ്യൂമൻ ബിഹേവിയറിനെ വിശകലനം ചെയ്യാനും മനസ്സിലാക്കുന്നതിനും സഹായിക്കുന്നുണ്ട് ഇത് മോട്ടിവേഷൻ പ്രോസസ്. അത് മാത്രമല്ല, finding out how an individual can be inspired to produce desirable working behavior. അതായത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പെരുമാറ്റം അവരെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനായിട്ട് അല്ലെങ്കിൽ അത് പ്രചോദിപ്പിക്കുന്നതിനായിട്ട് എങ്ങനെ, അതായത് ഏറ്റവും നല്ലൊരു ബിഹേവിയറിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് അവരെ എങ്ങനെ പ്രചോദിപ്പിക്കണം, എങ്ങനെ അവരെ ഇൻസ്പയർ ചെയ്യണം എന്ന് കണ്ടെത്തുന്നതിനും എന്ത് സഹായിക്കുന്നുണ്ട്? മോട്ടിവേഷൻ പ്രോസസ് സഹായിക്കുന്നുണ്ട്. അല്ലെ, ഇപ്പൊ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഹാർഡ് വർക്കിംഗ് എന്ന് പറയുന്ന ഒരു ബിഹേവിയർ ആണ് നമുക്ക് പ്രോത്സാഹിപ്പിക്കേണ്ടതെന്ന് വിചാരിക്കാം. ആ ഹാർഡ് വർക്കിംഗ് എന്ന് പറയുന്ന ഒരു ബിഹേവിയറിലേക്ക് അയാളെ മാറ്റുന്നതിനായിട്ട് എങ്ങനെ അയാളെ നമുക്ക് പ്രചോദിപ്പിക്കാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് അയാളെ ഇൻസ്പയർ ചെയ്യാം എന്ന് കണ്ടെത്തുന്നതിനും ഇത് സഹായിക്കും, മോട്ടിവേഷൻ പ്രോസസ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? മോട്ടിവേഷൻ മേ ബി പോസിറ്റീവ് ആസ് വെൽ ആസ് നെഗറ്റീവ്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അത് രണ്ട് തരത്തിലുണ്ട്. പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. അതായത് പോസിറ്റീവ് മോട്ടിവേഷൻ ഇൻക്ലൂഡ്സ് ഇൻസെന്റീവ്സ്, റിവാർഡ്സ് ആൻഡ് അതർ ബെനിഫിറ്റ്സ്, while negative motivation implies some punishment, fear, use of force, etc. അതായത് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അത് രണ്ട് തരത്തിലുണ്ട്. പോസിറ്റീവ് ആയിട്ടുള്ള മോട്ടിവേഷൻ ഉണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള മോട്ടിവേഷൻ ഉണ്ട്. ഒരു പോസിറ്റീവ് മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ഇൻസെന്റീവ്സ്, റിവാർഡ്സ് ആൻഡ് അതർ ബെനിഫിറ്റ്സ്. അതായത് ഈ പറയുന്ന പ്രതിഫലങ്ങളുണ്ട്, ആനുകൂല്യങ്ങളുണ്ട്, ഇതെല്ലാം തന്നെ പോസിറ്റീവ് മോട്ടിവേഷൻ അകത്ത് ഉൾപ്പെടുന്നുണ്ട്. അതേസമയം നെഗറ്റീവ് മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടാം? പനിഷ്മെന്റ് ഉൾപ്പെടാം, ഭയം ഉൾപ്പെടാം, യൂസ് ഓഫ് ഫോഴ്സ്, ചില ബലപ്രയോഗങ്ങളൊക്കെ അവിടെ ഉൾപ്പെടാം. രണ്ടും രണ്ടിതാണ് കേട്ടോ. പോസിറ്റീവ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ പ്രതിഫലങ്ങളാവാം, ആനുകൂല്യങ്ങളാവാം, ബെനിഫിറ്റുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെ, അങ്ങനെ നമ്മൾ ആ ഒരു പെരുമാറ്റത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു. നെഗറ്റീവ് മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് പനിഷ്മെന്റ് ഉണ്ടാവാം, ഫിയർ ഉണ്ടാവാം, യൂസ് ഓഫ് ഫോഴ്സ് ഉണ്ടാവാം എന്ന് പറഞ്ഞ് ഒരു തെറ്റായ പെരുമാറ്റത്തിന് തിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്, നെഗറ്റീവ് മോട്ടിവേഷൻ കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് വരുന്നത് ഇതാണ്. The process of motivation contributes to and boosts up the morale of the employees and a high degree of motivation may lead to production quality. അതായത് ഒരു മോട്ടിവേഷൻ പ്രോസസ് എന്ന് പറയുമ്പോൾ that boosts up the morale of employees. morale means എന്താണ്? മനോവീര്യം. ഒരു എംപ്ലോയീസിന്റെ മനോവീര്യത്തിന് അത് ഉയർത്തുന്നുണ്ട് അല്ലെ. എത്രത്തോളം ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ that will lead to high motivation. അവരുടെ മനോവീര്യം, അവരുടെ ആ ഒരു എന്താ പറയാ, ഒരു കോൺഫിഡൻസ് അവരുടെ കൂട്ടുന്നുണ്ട്. അങ്ങനെ എത്രത്തോളം അവരുടെ മൊറാലിറ്റി വർദ്ധിക്കുന്നോ അത്രത്തോളം അവർ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യും. നേരത്തെ പറഞ്ഞ കാര്യമാണ്, എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നോ അവരുടെ പ്രൊഡക്ടിവിറ്റി കൂടും. പ്രൊഡക്ടിവിറ്റി കൂടുമ്പോൾ അത് ഓർഗനൈസേഷൻ സക്സസിന് കാരണമാകും. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞ പോയിന്റുകളൊക്കെ? ഓക്കെ ആണോ? മോട്ടിവേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ ഒബ്സർവേഷൻ ഇതെല്ലാം ഒന്ന് വായിച്ചു നോക്കി. ഏതെങ്കിലും പോയിന്റുകൾ നിങ്ങൾക്ക് മനസ്സിലാവാത്തതോ ക്ലിയർ ആവാത്തോ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. അത്രയും പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കി.
ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലായല്ലോ? എന്താണ് അഞ്ചന? ഫിഫ്ത്തും നയൻത്തും പോയിന്റ് ക്ലിയർ ആയിട്ടില്ല. ഓക്കെ, ഫിഫ്ത്ത് പോയിന്റ് ഏതാണ്? 3, 4, 5. ഓക്കെ, അതായത് മോട്ടിവേഷൻ അഞ്ചാമത്തെ പോയിന്റ് ഇതായിരുന്നു. മോട്ടിവേഷൻ is also a process of stimulating and channelizing an energy of an individual for achieving the set goals. അതായത് ഒരു വ്യക്തിക്ക് അവരുടെ ലക്ഷ്യങ്ങള്, അവരുടെ നിശ്ചിത ലക്ഷ്യങ്ങള് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ ഊർജത്തിനെ ഉത്തേജിപ്പിക്കുകയും അതുപോലെ അവരെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഒരു വ്യക്തി, എല്ലാവർക്കും അവരവരുടേതായ ലക്ഷ്യങ്ങൾ ഉണ്ടാവും അല്ലെ? ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് അവരുടെ ഉള്ളിലൊരു എന്തുണ്ടാവും? എനർജി ഉണ്ടാവും. ആ എനർജിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് മോട്ടിവേറ്റ് ചെയ്യണം, അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യണം അല്ലെ? ആ ഒരു ഊർജ്ജത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും അതിനെ ചാനലൈസ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? അതിനെ ഡയറക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും. അതിനെ സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇതാണ് അഞ്ചാമത്തെ പോയിന്റ്. ഒൻപതാമത്തെ പോയിന്റ് 7, 8 അല്ലെ? ഓക്കെ, 9th പോയിന്റിനാണ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. പോസിറ്റീവ് മോട്ടിവേഷൻ, നമ്മൾ ഒരാളെ പോസിറ്റീവായിട്ട് മോട്ടിവേറ്റ് ചെയ്യാന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരാൾ നല്ലൊരു പ്രവൃത്തി ചെയ്തിട്ട് നമുക്കത് എന്ത് ചെയ്യണം? പ്രോത്സാഹിപ്പിക്കണം. നമുക്ക് എന്ത് ചെയ്യാം? ആ നല്ല പ്രവൃത്തി ചെയ്തതിന് ഒരു റിവാർഡ് കൊടുക്കാം അല്ലെ? പ്രതിഫലം കൊടുക്കാം. അതാണ് അവിടെ പറയുന്നത്. പോസിറ്റീവ് മോട്ടിവേഷൻ ഇൻക്ലൂഡ്സ് ഇൻസെന്റീവ്സ്, റിവാർഡ്സ് ആൻഡ് അതർ ബെനിഫിറ്റ്സ്. ഇല്ല, ഇപ്പൊ നമ്മുടെ കമ്പനിയിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ജീവനക്കാരൻ അയാൾ നല്ല രീതിയിൽ നല്ല പെരുമാറ്റത്തോടുകൂടി നന്നായിട്ട് അയാൾ വർക്ക് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമുക്ക് എന്തുകൊണ്ട് അതൊരു നല്ല പെരുമാറ്റമാണ്. അത് നമുക്ക് അതിനെ പ്രോത്സാഹിപ്പിക്കണം. നമുക്ക് എന്ത് ചെയ്യാം? അവർക്ക് നല്ല ബെനിഫിറ്റുകൾ കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൊടുക്കാം, റിവാർഡ്സ് കൊടുക്കാം. അപ്പൊ എന്താണ്? അതൊരു പോസിറ്റീവ് മോട്ടിവേഷൻ ആണ് അല്ലെ? പോസിറ്റീവായിട്ട് നമ്മൾ കൊടുത്ത് അവരെ മോട്ടിവേറ്റ് ചെയ്യണം, നല്ല പെരുമാറ്റത്തിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നമ്മൾ പ്രേരിപ്പിക്കുകയാണ് അല്ലെ? അതേസമയം നെഗറ്റീവ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്താണ്? That implies some punishment, fear, use of force, etc. നെഗറ്റീവ് മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടാം? അതിൽ ശിക്ഷ ഉൾപ്പെടാം, അതുപോലെ ഭയം ഉൾപ്പെടാം, ബലപ്രയോഗങ്ങൾ ഉൾപ്പെടാം. അതായത് ഇപ്പൊ ഒരു ജീവനക്കാരൻ മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറുന്നത്, നമ്മൾ അയാളെ വാൺ ചെയ്തു, എന്നിട്ടും ആ പെരുമാറ്റം മാറ്റുന്നില്ല, സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? എന്തായാലും ആ മോശം പെരുമാറ്റത്തിന് അയാളെ പിന്തിരിക്കണം. അപ്പൊ എന്ത് ചെയ്യണം? ചിലപ്പോൾ നമുക്ക് ചെറിയൊരു പനിഷ്മെന്റ് കൊടുക്കേണ്ടതാണ്, ചിലപ്പോൾ ഒന്ന് പേടിപ്പിക്കേണ്ടതായിട്ട് വരും. ഇവൻ ചിലപ്പോൾ നമുക്കൊരു ബലപ്രയോഗം ചിലപ്പോൾ നടത്തേണ്ടതായിട്ട് വന്നേക്കാം. നമ്മുടെ ഉദ്ദേശം എന്താണ്? ആ തെറ്റായ പെരുമാറ്റത്തിനെ പ്രിവെന്റ് ചെയ്യാനുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് അത് ചെയ്തത്. അതും ഒരു മോട്ടിവേഷൻ ആണ്, പക്ഷെ അതൊരു നെഗറ്റീവ് മോട്ടിവേഷൻ ആണ്. അതായത് തെറ്റായ പെരുമാറ്റത്തിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പനിഷ്മെന്റുകള് അല്ലെങ്കിൽ അങ്ങനെ ഫ്രെയിംസ് ഓഫ് ഫോഴ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള മോട്ടിവേഷൻ ആണ് നെഗറ്റീവ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. രണ്ട് നേച്ചർ ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ അച്ഛനൊക്കെ? ഓക്കെ ആണോ? ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ദ മോട്ടിവേഷൻ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ഇവിടെ നിന്ന് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. വാട്ട് ആർ ദി ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് മോട്ടിവേഷൻ? മോട്ടിവേഷന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സുകള്, സവിശേഷതകള് എന്തൊക്കെയാണ്? ഒന്നാമത്തെ പോയിന്റ് എന്താണ്? മോട്ടിവേഷൻ ഈസ് എ കണ്ടിന്യൂസ് ആക്ടിവിറ്റി. എന്താണ്? മോട്ടിവേഷൻ ഈസ് എ കണ്ടിന്യൂസ് ആക്ടിവിറ്റി. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു തുടർച്ചയായിട്ടുള്ള പ്രവർത്തനമാണ്. ശരിയല്ലേ? നമ്മള് ഒരു പ്രത്യേകിച്ച് ഒരു എംപ്ലോയി ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മോട്ടിവേഷൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. അവരെ മോട്ടിവേറ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാണ്ട് ഏതെങ്കിലും എപ്പോഴെങ്കിലും ഒരു മോട്ടിവേഷൻ കൊടുത്തു കുറെ നാളുകളോളം അതുമായിട്ട് യാതൊരു കോണ്ടാക്ടില്ല, അങ്ങനെയാവരുത്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് കേട്ടോ, ഒരു തുടർച്ചയായിട്ടുള്ളൊരു പ്രവർത്തനം. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്താണ്? മോട്ടിവേഷൻ ഈസ് എൻ ഇന്റേണൽ ഫീലിംഗ് ആൻഡ് പ്രോസസ് ആണ് എ പേഴ്സൺ ടു ആക്ഷൻ. നേരത്തെ പറഞ്ഞതാണ്, ഒരു വ്യക്തിക്ക് ഒരു പ്രവർത്തനത്തിന്, അവരുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് അവരെ സഹായിക്കുന്ന ഒരു ഇന്റേണൽ ഫീലിംഗ് ആണ്, അല്ലെങ്കിൽ ഇന്റേണൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ്, ഒരു പ്രേരക ശക്തിയാണെന്ന് മോട്ടിവേഷൻ എന്ന് പറയുന്നത് അല്ലെ? നമുക്കൊരു മോട്ടിവേഷൻ ഇല്ലാതെ എന്തായാലും നമുക്ക് മുന്നോട്ട് പ്രവർത്തിച്ചു പോകാൻ പറ്റില്ല. നമ്മുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് നയിക്കുന്ന ആ ഒരു ഇന്റേണൽ ആയിട്ടുള്ള ആ ഒരു ഫീലിംഗ്,
അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സ്, പ്രേരക ശക്തി, അതിനെയാണ് നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, ഇറ്റ് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. നേരത്തെ പറഞ്ഞതാണ്, മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് ആവാം, അതുപോലെ തന്നെ അത് നെഗറ്റീവ് ആകാം. ഓക്കെ, അടുത്തത് എന്താണ്, ഇറ്റ് വാരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ആൻഡ് ഫ്രം ടൈം ടു ടൈം. ഇതെന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയിൽ നിന്ന് വ്യത്യാസപ്പെടാം, കാലാകാലങ്ങളിൽ വ്യത്യാസപ്പെടാം. അത് നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ആണ് അല്ലെ. മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി, അവരുടെ നീഡ്സ്, അവരുടെ കോമ്പിറ്റൻസ് എന്നിവയ്ക്കനുസരിച്ച് വ്യത്യാസപ്പെടാം. ഇൻഡിവിജ്വൽ ഡിഫറൻസസിനനുസരിച്ച് വ്യത്യാസമുണ്ട്. എല്ലാവരും ഒരേ അളവിലായിരിക്കില്ല കേട്ടോ. അതാണ് അവിടെ പറഞ്ഞത്, ഇറ്റ് വാരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ആൻഡ് ഫ്രം ടൈം ടു ടൈം. അതൊരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് വ്യത്യാസപ്പെടാം. അതുപോലെ കാലാകാലങ്ങളിൽ ഇതില് മാറ്റങ്ങൾ വരാം. ഓക്കെ, ക്ലിയർ ആയോ? ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലായോ? മോട്ടിവേഷൻ ഒരു കണ്ടിന്യൂസ് ആക്ടിവിറ്റി ആണ്. അതുപോലെ ഒരു വ്യക്തിയെ അവരുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിനെ നയിക്കുന്ന ഒരു ഇന്റേണൽ ആയിട്ടുള്ള ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ഫോഴ്സിനെയാണ് നമ്മുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. മോട്ടിവേഷൻ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. അതുപോലെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് വ്യത്യാസപ്പെടാം, കാലാകാലങ്ങളിൽ വ്യത്യാസപ്പെടാം. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് മോട്ടിവേഷൻ. നിങ്ങൾ ഈ 4 പോയിന്റ് ഒന്ന് പഠിക്കല്ല വായിക്കും. ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് മോട്ടിവേഷൻ. ഫ്രോണ്ടിന് ഭയങ്കര പെയിൻ തന്നെ, ശബ്ദം എടുക്കാൻ ഭയങ്കര സ്ട്രെയിൻ എടുക്കുന്ന പോലെ. ഒന്ന് നിർത്തി പറയാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കേരളം ബുദ്ധിമുട്ടും വായിക്കും കേട്ടോ. 4 പോയിന്റുകൾ വായിക്കും. നെക്സ്റ്റ് വരുന്നതാണ് ഇമ്പോർട്ടൻസ് ഓഫ് മോട്ടിവേഷൻ. അതായത് മോട്ടിവേഷന്റെ പ്രാധാന്യം എന്താണ്? ഓക്കെ, പ്രാധാന്യം എന്താണെന്നുള്ളതൊക്കെ നമുക്കറിയാം. ഒരാളെ നമ്മൾ എത്രത്തോളം നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യുമ്പോ അത്രത്തോളം അതിൽ കൂടുതൽ എഫിഷ്യന്റ് ആവും. പ്രത്യേകിച്ച് പോസിറ്റീവ് ആയിട്ടുള്ള മോട്ടിവേഷൻ അല്ലെ. അവര് എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നതാണ് നമുക്കൊരു ഓർഗനൈസേഷന്റെ സക്സസ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ നോക്കാം ഇമ്പോർട്ടൻസ് ഓഫ് മോട്ടിവേഷൻ. മോട്ടിവേഷൻ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ മാനേജിങ് പ്രോസസ്. അല്ലെ, ഒരു ഓർഗനൈസേഷനിലെ വിവിധ പ്രോസസ്സുകൾ മാനേജ് ചെയ്യുന്നതിനായിട്ട് മോട്ടിവേഷൻ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ, കാര്യം നമുക്കറിയാലോ, ആ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ജീവനക്കാരെ പ്രാപ്തരാക്കുന്നത് ഇങ്ങനെയുള്ള മോട്ടിവേഷൻ ആണ്. ഓക്കെ, എ ഗ്രൂപ്പ് ഓഫ് സ്കിൽഡ് ആൻഡ് ഡ്രിവൺ എംപ്ലോയീസ് ഈസ് എസെൻഷ്യൽ ഫോർ അക്കംപ്ലിഷിംഗ് an organizational goal. കേട്ടോ, ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ഒരു ഗ്രൂപ്പ് ഓഫ് സ്കിൽഡ് ആയിട്ടുള്ള ആളുകളുടെ ആവശ്യം നമുക്കുണ്ട് അല്ലെ. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ ആവശ്യം നമുക്ക് ഉണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് ഓൺലി ത്രൂ ദ മോട്ടിവേഷൻ പ്രോസസ് ദേ കോൺട്രിബ്യൂട്ട് മാക്സിമം ടു അക്കംപ്ലിഷിംഗ് ഒബ്ജക്റ്റീവ്സ്. അപ്പൊ നമുക്ക് ഈ മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ മാത്രമേ നമുക്ക് പരമാവധി ഈ പറയുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് നമുക്ക് അവരെ സഹായിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെ. ഒരു വ്യക്തി ആ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ഏറ്റവും മാക്സിമം അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കണമെങ്കിൽ നമ്മൾ അവരെ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ അവരെ മോട്ടിവേറ്റ് ചെയ്തിരിക്കണം. കാരണം പറയുന്നത് ഇറ്റ് ഈസ് ഓൺലി ത്രൂ ദ മോട്ടിവേഷൻ പ്രോസസ് ദേ കോൺട്രിബ്യൂട്ട് മാക്സിമം ടു അക്കംപ്ലിഷിംഗ് ഒബ്ജക്റ്റീവ്സ്. കേട്ടോ, അതായത് ആ ഒരു മോട്ടിവേഷൻ പ്രോസസ്സിലൂടെ മാത്രമേ അവർക്ക് അവരുടെ ലക്ഷ്യങ്ങൾ അക്കംപ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാക്സിമം കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ് വരുന്നതാണ്
ഹൈലി മോട്ടിവേറ്റഡ് എംപ്ലോയീസ് നമ്മൾ പഠിക്കുന്നത് മോട്ടിവേഷന്റെ ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. നോക്കാം. ഹൈലി മോട്ടിവേറ്റഡ് എംപ്ലോയീസ് make optimum use of available resources for achieving objectives. അതായത് highly motivated employees make optimum use of available resources for achieving objectives. അതായത് highly motivated ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ അവര് ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനായിട്ട് അവർക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സുകളും ഏറ്റവും നല്ല രീതിയിൽ അവര് ഉപയോഗപ്പെടുത്തും. ശരിയല്ലേ? ശരിയാണ്. അവർ എഫിഷ്യന്റായിട്ട് പ്രവർത്തിക്കില്ല. നല്ല മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെന്നിരിക്കട്ടെ, തീർച്ചയായിട്ടും ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ അവരുടെ കയ്യിൽ അവർക്ക് ലഭ്യമായിട്ടുള്ള റിസോഴ്സുകൾ എന്തൊക്കെയാണോ അതിനെ ഏറ്റവും നല്ല രീതിയിൽ അത് എന്ത് ചെയ്യും, യൂട്ടിലൈസ് ചെയ്യും. ഓക്കെ. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, മോട്ടിവേഷൻ ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ ലെവൽ ഓഫ് എഫിഷ്യൻസി. നേരത്തെ പഠിച്ചൊരു കാര്യമാണ്. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ എഫിഷ്യൻസുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കും. ശരിയല്ലേ? നമുക്കറിയാം ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് വളരെ എഫിഷ്യന്റ് ആയിട്ട് തന്നെ അത് പ്രവർത്തിക്കും. അപ്പൊ ഒരു വ്യക്തിയുടെ ലെവൽ ഓഫ് എഫിഷ്യൻസി, അവരുടെ കാര്യക്ഷമതയുമായിട്ട് മോട്ടിവേഷൻ ഡയറക്ട്ലി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെ നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, ഹൈലി മോട്ടിവേറ്റഡ് എംപ്ലോയീസ് make full use of their energy and other abilities to raise the existing level of efficiency. That highly motivated employees make the full use of their energy and other abilities to raise the existing level of efficiency. നിലവിലുള്ള ആ ഒരു കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അവരവരുടെ എനർജിയും എബിലിറ്റീസുകളും മാക്സിമം അവർ യൂസ് ചെയ്യും. എങ്ങനെയുള്ള എംപ്ലോയീസ്? ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് അവരുടെ നിലവിലുള്ള എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മാക്സിമം അവരുടെ എനർജിയും അതുപോലെ തന്നെ എബിലിറ്റീസും അവര് പൂർണ്ണമായിട്ട് അവര് പ്രയോജനപ്പെടുത്തും. ഓക്കെ, ക്ലിയർ ആയോ? മൂന്ന് പോയിന്റുകൾ ഓക്കെ ആണോ? നാലാമത്തെ പോയിന്റ് ഇതാണ്, highly motivated would make a goal-directed efforts. They are more committed and cooperative for achieving the organizational objectives. അതായത് highly motivated ആയിട്ടുള്ള എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ അവർ ഗോൾ ഡയറക്റ്റഡ് ആയിട്ടുള്ള എഫേർട്സ് എടുക്കും. എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർ മാക്സിമം എഫർട്ട് അവരെ എടുക്കും. ഓക്കെ, they are more committed and cooperative for achieving the organizational objectives. ആ ഒരു ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ കൂടുതൽ കമ്മിറ്റഡ് ആയിട്ട് കൂടുതൽ കോപ്പറേറ്റീവ് ആയിട്ട് അവർ എന്ത് ചെയ്യുന്നു, പ്രവർത്തിക്കും. ഓക്കെ, ക്ലിയർ? ഇത്രയും മതി കേട്ടോ. ഇത് ത്രോട്ട് സൗണ്ട് പോകുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ജസ്റ്റ് ഇപ്പൊ ഒന്ന് വായിക്കൂ, നിങ്ങൾ ഒന്ന് വായിക്കൂ കേട്ടോ. ഓക്കെ, നമുക്ക് ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഓക്കെ, ഇത്ര എടുത്ത ഭാഗങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഞാൻ കുറച്ച് സ്ലോവിലാണ് എടുക്കുന്നത് കേട്ടോ, വേറെ കൊണ്ടല്ല, കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സൈക്കോളജി ആയിട്ട് കുറച്ച് കണക്റ്റഡ് ആണ് കേട്ടോ. നമുക്ക് ഇനി മോട്ടിവേഷനുമായിട്ട് ബന്ധപ്പെട്ട് ചില എബ്രഹാം മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സ് അങ്ങനെയൊക്കെ നമുക്ക് തിയറി ഒക്കെ പഠിക്കാം. നമ്മളത് ഓടിച്ചിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ അത് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് വളരെ സ്ലോവിൽ പോകുന്നത് കേട്ടോ. ഓക്കെ, വേറെ ഡൗട്ട്സുകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഇത്രയും ഭാഗങ്ങൾ നല്ലപോലെ വായിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവുക മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു വ്യക്തിയെ എഫിഷ്യന്റ് ആക്കുന്നത്. ഹൈലി മോട്ടിവേറ്റഡ് എംപ്ലോയീസ് എന്ന് പറയുന്നത് ഹൈലി എഫിഷ്യന്റ് ആയിട്ട്
ഓക്കെ. കാര്യം എന്താ, കൂടുതൽ മോട്ടിവേഷൻ ലഭിക്കുമ്പോൾ അവരുടെ മൊറാലെ വർദ്ധിക്കും, അവരുടെ മനോവീര്യം വർദ്ധിക്കും, അവരുടെ കോൺഫിഡൻസ് വർദ്ധിക്കും. ഒരാളുടെ കോൺഫിഡൻസ് വർദ്ധിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വളരെ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും അല്ലെ. അയാൾ എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു അത്രത്തോളം അയാളുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കും അല്ലെ. പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കുന്ന എന്താണ്, അതിനനുസരിച്ച് ഓർഗനൈസേഷന്റെ വളർച്ചയും വർദ്ധിക്കും. ശരിയാണ്. അതുകൊണ്ടാണ് ഓർഗനൈസേഷൻ ബിഹേവിയറുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ അറിയുന്നത് കേട്ടോ. അങ്ങനെ വേറെ ഡൗട്ട്സ് ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈകിട്ട് കേട്ടോ. നെക്സ്റ്റ് ക്ലാസ് താങ്ക് യു.